വരാൻ പോകുന്ന LGS, LDC, VFA, LPUP പരീക്ഷകൾക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ SCERT പാഠഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ 9ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റിലെ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൃത്രിമ ബാക്ടീരിയയും ബയോമോളിക്യൂളുകളും. പ്രധാന വിവരങ്ങൾ. ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ. ലബോറട്ടറിയിൽ കൃത്രിമമായി ജനിതകമാറ്റം വരുത്തി പുനഃസൃഷ്ടിച്ച ആദ്യത്തെ ബാക്ടീരിയ ഈ കോളി ബാക്ടീരിയ ആണ്. ഇത് സൃഷ്ടിച്ചവർ ഈ കോളി ബാക്ടീരിയയെ കൃത്രിമ രീതിയിലൂടെ വിജയകരമായി സൃഷ്ടിച്ചത് കേംബ്രിഡ്ജിലെ ഗവേഷകർ ആണ്. കാണപ്പെടുന്ന ഇടങ്ങൾ. സാധാരണയായി ഈ കോളി ബാക്ടീരിയകൾ കാണപ്പെടുന്നത് കുടലിലും മണ്ണിലുമാണ്. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ ഈ കോളി ബാക്ടീരിയ ആണ്. ഇതിനെ കൃത്രിമമായി സൃഷ്ടിച്ചത് കേംബ്രിഡ്ജിലെ ഗവേഷകരാണ്. സാധാരണയായി കാണപ്പെടുന്നത് കുടലിലും മണ്ണിലുമാണ്. ഇനി PSC ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ ഏത്? ഈ കോളി. കൃത്രിമ ബാക്ടീരിയയെ അല്ലെങ്കിൽ കൃത്രിമ ഈ കോളി ബാക്ടീരിയയെ സൃഷ്ടിച്ചത് ആരാണ്? കേംബ്രിഡ്ജിലെ ഗവേഷകർ. സാധാരണയായി ഈ കോളി ബാക്ടീരിയ കാണപ്പെടുന്നത് എവിടെ? കുടലിലും മണ്ണിലും. ഇനി ബയോമോളിക്യൂളുകൾ എന്താണെന്ന് നോക്കാം. പ്രധാന വിവരങ്ങൾ. ബയോമോളിക്യൂളുകളുടെ നിർവചനം. ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവയാണ് ബയോമോളിക്യൂളുകൾ അല്ലെങ്കിൽ ജൈവ തന്മാത്രകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ ബയോമോളിക്യൂളുകളുടെ അടിസ്ഥാന മൂലകങ്ങൾ അല്ലെങ്കിൽ ബയോമോളിക്യൂളുകളുടെ നിർമ്മാണത്തിനാവശ്യമായ പ്രധാന മൂലകങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം തുടങ്ങിയവയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവയാണ് ബയോമോളിക്യൂളുകൾ എന്ന് പറയുന്നത്. ഇവ നിർമ്മിക്കാൻ പ്രധാനമായും ആവശ്യമായത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം തുടങ്ങിയ മൂലകങ്ങളാണ്. ഇനി ബയോമോളിക്യൂളുകളെ നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അവയ്ക്ക് ഉദാഹരണങ്ങളും ഉണ്ട്. ഒന്നാമത്തെ ബയോമോളിക്യൂളുകൾ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റുകളാണ്. കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണമാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നിവ. അപ്പോൾ കാർബോഹൈഡ്രേറ്റുകളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഇനി രണ്ടാമത് ലിപ്പിഡുകൾ എന്ന് പറയുന്നത് കൊഴുപ്പുകളും എണ്ണകളുമാണ് ലിപ്പിഡുകൾ. മൂന്നാമത് പ്രോട്ടീനുകൾ. മൂന്നാമത്തെ ബയോമോളിക്യൂളാണ് പ്രോട്ടീനുകൾ എന്ന് പറയുമ്പോൾ എൻസൈമുകൾ, ഹോർമോണുകൾ, ആന്റിബോഡികൾ ഇവയെല്ലാം പ്രോട്ടീനുകളാണ്. എൻസൈമുകൾ, ഹോർമോണുകൾ, ആന്റിബോഡികൾ. ഇനി ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ DNA-യും RNA-യുമാണ് ന്യൂക്ലിക് ആസിഡുകൾ. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ബയോമോളിക്യൂളുകൾ എന്ന് അറിയപ്പെടുന്നു. ബയോമോളിക്യൂളുകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവയാണ് ബയോമോളിക്യൂളുകൾക്ക് ഉദാഹരണം. ഇനി എൻസൈമുകളും ഹോർമോണുകളും ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാൽ പ്രോട്ടീനുകൾ. കൊഴുപ്പുകളും എണ്ണകളും ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ലിപ്പിഡുകൾ. DNA, RNA എന്നിവ എന്തിന് ഉദാഹരണങ്ങളാണ്? ന്യൂക്ലിക് ആസിഡിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ് എന്നിവയാണ് ബയോമോളിക്യൂളുകൾ എന്നുകൂടി ഓർത്തു വയ്ക്കുക. അടുത്തതാണ് ജീവലക്ഷണങ്ങളും മെറ്റബോളിസവും. ജീവന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്താണ്? ജീവന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയവയാണ് പ്രധാന ജീവലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ജീവി ജീവനുണ്ടോ എന്ന് അറിയുന്ന ലക്ഷണങ്ങളാണ് ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയവ.
ഇനി ജീവന്റെ അടിസ്ഥാന ഘടകം എന്താണ്? ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം അത് കോശമാണ്. ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം കോശമാണ്. എന്താണ് മെറ്റബോളിസം? മെറ്റബോളിസം എന്നാൽ ഒരു ജീവിയിൽ ബയോമോളിക്യൂളുകളും മറ്റ് നിരവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ പറയുന്ന പേരാണ് മെറ്റബോളിസം. ഒരു ജീവിയിൽ ബയോമോളിക്യൂളുകളും മറ്റ് നിരവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ മെറ്റബോളിസം എന്ന് പറയുന്നു. മെറ്റബോളിസത്തെ രണ്ടായി തിരിക്കാം. അനോബോളിസം എന്നും കെറ്റാബോളിസം എന്നും. അനോബോളിസം എന്നും കെറ്റാബോളിസം എന്നും മെറ്റാബോളിസത്തെ രണ്ടായി തിരിക്കാം. എന്താണ് അനാബോളിസം? ഒരു ജീവശരീരത്തിൽ തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന രാസപ്രവർത്തനത്തെ അനാബോളിസം എന്ന് പറയുന്നു. ഒരു ജീവശരീരത്തിൽ തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന രാസപ്രവർത്തനം അനാബോളിസം എന്ന് അറിയപ്പെടുന്നു. ഉദാഹരണം, കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് എന്താണ്? ഒരു അനാബോളിസമാണ്. പ്രകാശ സംശ്ലേഷണമാണല്ലേ അത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്താണ്? ഒരു അനാബോളിസമാണ്. അടുത്തത് കെറ്റാബോളിസം. ഒരു ജീവശരീരത്തിൽ തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന രാസപ്രവർത്തനം കെറ്റാബോളിസം എന്ന് അറിയപ്പെടുന്നു. ഒരു ജീവശരീരത്തിൽ തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന രാസപ്രവർത്തനമാണ് കെറ്റാബോളിസം. തന്മാത്രകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത് അനാബോളിസവും തന്മാത്രകളെ വിഘടിപ്പിക്കുന്നത് കെറ്റാബോളിസവുമാണ്. കെറ്റാബോളിസത്തിന് ഉദാഹരണമാണ് പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളായി മാറുന്നത്. പ്രോട്ടീൻ വിഘടനവും ദഹനവും എന്താണ്? ഒരു കെറ്റാബോളിസമാണ്. PSC ചോദ്യങ്ങൾ നോക്കാം. ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതാണ്? കോശം. ജീവശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ പൊതുവായി അറിയപ്പെടുന്നത് മെറ്റാബോളിസം. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന രാസപ്രവർത്തനം ഏത്? അനാബോളിസം. പ്രകാശ സംശ്ലേഷണം എന്തിന് ഉദാഹരണമാണ്? അനാബോളിസം. തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന രാസപ്രവർത്തനം ഏത്? കെറ്റാബോളിസം. പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡ് ആകുന്നത് ഏത് പ്രക്രിയയാണ്? കെറ്റാബോളിസം. അടുത്തത് ഹോർമോണുകളും പദാർത്ഥ സംവഹനവും. ഹോർമോണുകൾ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസ തന്മാത്രകളാണ് ഹോർമോണുകൾ. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസ തന്മാത്രകളാണ് ഹോർമോണുകൾ. ഉൽപാദനം. ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? എൻഡോക്രൈൻ ഗ്രന്ഥികൾ അഥവാ അന്തസ്രാവി ഗ്രന്ഥികളാണ്. ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് എൻഡോക്രൈൻ ഗ്രന്ഥികൾ അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികളാണ്. ഉദാഹരണങ്ങളാണ് ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയവ. അപ്പോൾ ഹോർമോണുകൾ എന്നാൽ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസ തന്മാത്രകളാണ്. ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നിവ ഹോർമോണുകൾക്ക് ഉദാഹരണങ്ങളാണ്. മെറ്റബോളിസത്തിന് ആവശ്യമായ പദാർത്ഥങ്ങൾ കോശദ്രവ്യത്തിലേക്ക് എത്തുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. വിവിധ ജീവവിഭാഗങ്ങളിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് വ്യത്യസ്ത രീതികളിലൂടെയാണ്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. ഏകകോശ ജീവി, ഉദാഹരണം അമീബ. ഏകകോശ ജീവികളിൽ എങ്ങനെയാണ് പദാർത്ഥങ്ങൾ കോശദ്രവ്യത്തിലേക്ക് എത്തുന്നത്? കോശസ്തരത്തിലൂടെ നേരിട്ട് കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഏകകോശ ജീവികളായ അമീബയിലും മറ്റും കോശസ്തരത്തിലൂടെ നേരിട്ട് കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനി ജന്തുക്കൾ. കോശങ്ങൾക്കിടയിലെ ദ്രവ്യത്തിലേക്ക് എത്തുന്ന മാറ്റങ്ങൾക്ക് വിധേയമായ പദാർത്ഥങ്ങൾ കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. സസ്യങ്ങളിൽ കോശഭിത്തിയിലൂടെയും കോശദ്രവ്യങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെയും കടന്നു പോകുന്നു. തൊട്ടടുത്ത
കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാതകളിലൂടെ സഞ്ചരിക്കുന്നു. ഒരു കോശത്തിൽ നിന്നു മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെ കടക്കുന്നു. ഇനി നമുക്ക് PSC ചോദ്യങ്ങൾ നോക്കാം. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസതന്മാത്രകൾ എന്താണ്? അത് ഹോർമോണുകളാണ്. ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ ഏതാണ്? എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ എന്നിവ എന്തിന് ഉദാഹരണമാണ്? ഹോർമോണുകൾക്ക് ഉദാഹരണമാണ്. അമീബയിൽ പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് കടക്കുന്നത് എന്തിലൂടെയാണ്? കോശസ്തരത്തിലൂടെയാണ്. സസ്യങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാതകൾ ഏതാണ്? പ്ലാസ്മോഡെസ്മേറ്റ. അപ്പോൾ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ. ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളാണ് എൻഡോക്രൈൻ ഗ്രന്ഥികൾ. ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ എന്നിവ ഹോർമോണുകൾക്ക് ഉദാഹരണമാണ്. അമീബയിൽ പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് കടക്കുന്നത് കോശസ്തരത്തിലൂടെയാണ്. പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ തൊട്ടടുത്തുള്ള കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാതകളാണ്. അടുത്ത ടോപ്പിക്ക് ആന്തരിക പരിസ്ഥിതി, ഇന്റേണൽ എൻവയോൺമെന്റ് എന്താണെന്ന് നോക്കാം. ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം അഥവാ എക്സ്ട്രാ സെല്ലുലാർ ദ്രവമാണ് ജന്തുക്കളുടെ ആന്തരിക പരിസ്ഥിതിയായി വർത്തിക്കുന്നത്. ജന്തുക്കളിൽ നോക്കുമ്പോൾ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം അഥവാ എക്സ്ട്രാ സെല്ലുലാർ ദ്രവമാണ് ജന്തുക്കളുടെ ആന്തരിക പരിസ്ഥിതിയായി വർത്തിക്കുന്നത്. സസ്യങ്ങളിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും ചേർന്നതാണ് സസ്യങ്ങളുടെ ആന്തരിക പരിസ്ഥിതി എന്ന് പറയുന്നത്. ആന്തരിക പരിസ്ഥിതി. അപ്പൊ ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ദ്രവമാണ് ജന്തുക്കളുടെ ആന്തരിക പരിസ്ഥിതി. സസ്യങ്ങളിലാണെങ്കിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളുമാണ് സസ്യങ്ങളുടെ ആന്തരിക പരിസ്ഥിതി. അടുത്ത ടോപ്പിക്ക് സമസ്ഥിതി പാലനം. സമസ്ഥിതി പാലനം എന്നാൽ എന്താണ്? ആന്തരിക പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്ന പ്രക്രിയയാണ് സമസ്ഥിതി പാലനം എന്ന് അറിയപ്പെടുന്നത്. ആന്തരിക പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്ന പ്രക്രിയയാണ് സമസ്ഥിതി പാലനം എന്ന് അറിയപ്പെടുന്നത്. പ്ലാസ്മ സ്തരം എന്താണ്? വർണ്ണധാര്യ സ്തരം. പ്ലാസ്മ സ്തരത്തെ ഒരു വർണ്ണധാര്യ സ്തരം എന്ന് വിളിക്കുന്നുണ്ട്. പ്ലാസ്മ സ്തരത്തിനെയാണ് വർണ്ണധാര്യ സ്തരം അല്ലെങ്കിൽ വർണ്ണധാര്യ സ്തരം എന്ന് വിളിക്കുന്നത്. സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നു. ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് പ്ലാസ്മ സ്തരത്തിലൂടെ അനായാസം കടന്നു പോകാൻ സാധിക്കും. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മ സ്തരത്തിലെ പ്രത്യേകതരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടന്നു പോകാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഇതിനെ വർണ്ണധാര്യ സ്തരം അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി പറയാം. പ്ലാസ്മ സ്തരത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നത് ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് മാത്രമാണ്. എന്നാൽ ചില അയോണുകൾക്ക് അല്ലെങ്കിൽ പദാർത്ഥങ്ങൾക്കും പ്ലാസ്മ സ്തരത്തിലെ ചില പ്രത്യേകതരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടന്നു പോകാൻ സാധിക്കൂ. ഇനി നമുക്ക് പരീക്ഷാ പോയിന്റുകൾ നോക്കാം. ജന്തുക്കളുടെ ആന്തരിക പരിസ്ഥിതി എന്ന് പറയുന്നത് എക്സ്ട്രാ സെല്ലുലാർ ദ്രവമാണ്. ആന്തരിക പരിസ്ഥിതിയുടെ സ്ഥിരത എന്ന് പറയുന്നത് സമസ്ഥിതി പാലനമാണ്. പ്ലാസ്മ സ്തരത്തിന്റെ സ്വഭാവം എന്താണ്? ഒരു വർണ്ണധാര്യ സ്തരമാണ്. സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അനായാസം കടന്നു പോകുന്നവ ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയാണ്. പ്ലാസ്മ സ്തരത്തിലൂടെ അനായാസം കടന്നു പോകുന്നത് എന്താണ്? ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയാണ്. ഇനി കോശങ്ങളിലെ പദാർത്ഥ സംവഹനം നോക്കാം. എങ്ങനെയൊക്കെയാണ് കോശങ്ങളിൽ പദാർത്ഥ സംവഹനം സംഭവിക്കുന്നത്? ഒന്നാമത്തത് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാര്യ സ്തരത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്.
ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാര്യ സ്തരത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ്. ഇവിടെ ഗാഢത എന്നത് ജലതന്മാത്രകളുടെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് അന്തർവ്യാപനം, ഡിഫ്യൂഷൻ. തന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപിക്കുന്ന പ്രകൃതിദത്ത പ്രതിഭാസത്തിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകതരം സ്ഥലങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ തന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപിക്കുന്ന പ്രകൃതിദത്ത പ്രതിഭാസത്തിനെയാണ് അന്തർവ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ സ്ഥലത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്തോടെ തന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. പ്ലാസ്മ സ്ഥലത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്തോടെ തന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് കോശത്തിന് ഊർജം ആവശ്യമില്ല. ഊർജം ആവശ്യമില്ലാത്ത ആണ് ഏത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. പ്ലാസ്മ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്തോടെ തന്മാത്രകൾ അവയുടെ ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. പ്ലാസ്മ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്തോടെ തന്മാത്രകൾ അവയുടെ ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഈ പ്രക്രിയ നടക്കാൻ കോശത്തിന് ഊർജം ആവശ്യമാണ്. ATPയുടെ രൂപത്തിൽ ഊർജം ആവശ്യമാണ്. അതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. അന്തർവ്യാപനം എന്ന് പറഞ്ഞാൽ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗാഢതയിൽ നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. ഇവിടെ ഊർജം ആവശ്യമില്ല. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. എന്നാൽ ഇവിടെ ഊർജം അല്ലെങ്കിൽ ATPയുടെ ആവശ്യം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.